ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ കറക്റ്റ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല കേട്ടോ. കറക്റ്റ് വീഡിയോ എത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം നമ്മൾ കുറേ നാൾ കൊണ്ടേ നമ്മുടെ വീഡിയോ ഒന്നും കറക്റ്റ് അല്ല. അപ്പോൾ ഒരു ദിവസം വീഡിയോ ഇട്ടാൽ 2 ദിവസം വീഡിയോ ഇല്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു അമ്പലത്തിലെ ഘോഷയാത്രയാണ്. അമ്പലത്തിലെ ഘോഷയാത്ര. അമ്പലം നമ്മുടെ കോവളം ബീച്ചില്ലേ, കോവളം ബീച്ചിനടുത്താണ് അമ്പലം. നമ്മുടെ ഇവിടെ അടുത്ത ദേവീക്ഷേത്രമുണ്ട്, അവിടെ നിന്നാണ് ഘോഷയാത്ര തുടങ്ങുന്നത്. അപ്പം ഹൈവേ ബൈപ്പാസ് വഴി അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയപ്പോൾ ഞാൻ കരുതി ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ, എൻ്റെ കൂട്ടുകാരും കൂടെ കാണട്ടെ, എൻ്റെ യൂട്യൂബ് മക്കളും കൂടെ ഇത് കാണട്ടെ. ഞാൻ മാത്രം കണ്ടാൽ പോരാ, അവരും കൂടെ ഒന്ന് കാണട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഷൂട്ട് ചെയ്തത്. ഇപ്പം നമുക്കിതിൽ പാട്ടും കൂത്തും ഒക്കെ ഉണ്ട് കേട്ടോ. പാട്ടും കൂത്തുമൊന്നും നമുക്കിതിൻ്റെ വീഡിയോയിലിടാൻ പറ്റില്ല, നമുക്ക് കോപ്പിറൈറ്റ് വരും സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഞാൻ പാട്ടും കൂത്തും എല്ലാം കളഞ്ഞിട്ട് എൻ്റെ സ്വന്തം വോയിസ് കൊടുത്തിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. നമ്മുടെ ഈ വോയിസിൽ നമ്മൾ കഥ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടത് കാണാനൊരു സുഖമില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ പാട്ടും പിന്നെ മ്യൂസിക്കും അതിൻ്റേതായ ഇമ്പവും താളത്തോടെയൊക്കെ നമുക്ക് ഈ വീഡിയോ കണ്ടാൽ അത് കാണുന്നതിനൊരു സുഖമുള്ള. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ ഇതൊരുമാതിരി പിന്നെ നിശ്ചലമായിട്ടുള്ളൊരു വീഡിയോ, നമുക്കത് കൊടുക്കാൻ പറ്റാത്ത നിവർത്തികേട് കൊണ്ടായതുകൊണ്ടാണ്. മ്യൂസിക് ഇടാനും എനിക്ക് പേടിയാണേ. ഞാൻ ഏതെങ്കിലുമൊക്കെ യൂട്യൂബിന് അനുകൃതമായിട്ടുള്ള ഏതെങ്കിലും മ്യൂസിക് ഇതിലോട്ട് ആഡ് ചെയ്താൽ അതും പ്രശ്നമാണ്. നമുക്കിതിനെക്കുറിച്ച് വലിയ വിവരവും കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ഏത് മ്യൂസിക് ആഡ് ചെയ്യണം എന്നൊന്നും നമ്മൾ അത്രയ്ക്ക് വലിയ ഫേമസായ യൂട്യൂബറൊന്നുമില്ല, നമുക്കതിനെപ്പറ്റി വലിയ അറിവുമില്ല. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് സായിപ്പ് മദാമ്മയൊക്കെ വന്നിട്ടുണ്ട്. അവരെ കോവളം എന്ന് പറയുമ്പോഴത്തേക്ക് വിദേശികളുടെ ഒരിതാണേ. അപ്പോൾ അങ്ങോട്ട് തന്നെയാണ് പിന്നെ ഈ അമ്പലം. എപ്പോഴെങ്കിലും ഞാൻ ഈ അമ്പലത്തിലോട്ട് പോകുകയാണെങ്കിൽ ഞാനൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ, ഏതാണ് അമ്പലം എന്നാ. പിന്നെ അയ്യപ്പ ക്ഷേത്രമാണ്. പക്ഷെ അത് കാണാനും നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിതാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ആ അമ്പലത്തിലോട്ട് പോകുകയാണെങ്കിൽ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ അമ്പലം കാണിക്കുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ അമ്പലം കാണിച്ചിട്ട് പറയും ഇതിൻ്റെ ഒരു ഘോഷയാത്ര വീഡിയോ ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നെന്നും കൂടെ പറയാം. കാണുന്നവരൊക്കെ കാണട്ടെ. ഇതിപ്പോൾ വലിയ ഇതൊന്നുമില്ല കേട്ടോ, എല്ലാവരും കാണുന്നുള്ള വിശ്വാസമൊന്നുമില്ല നമുക്ക്. എന്തായാലും നമ്മൾ കാണുന്നത് നിങ്ങളും കൂടെ കാണുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ 1-2 ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അത് പാട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കാണുമ്പോൾ നല്ല ഇതുണ്ടാണ്, കാണാനും നല്ലൊരിതാണ്. ആനയും പോകുന്നുണ്ട്. ഞാൻ ആന വന്നപ്പോൾ തൊട്ട് കുറച്ച് ബാക്കിലോട്ടായി കേട്ടോ വീഡിയോ എടുക്കുക. എനിക്ക് പേടി, എന്നെ എങ്ങാനും ചുറ്റി പിടിച്ച്. അതുകൊണ്ട് ആന വന്നപ്പോൾ ഞാനൊന്ന് തൊട്ട് ബാക്കിലോട്ടായി. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു. പിന്നീട് മങ്കന്മാർ സ്ത്രീകളുടെ ഘോഷയാത്രയൊക്കെ ഉണ്ടേ, അവരൊക്കെ അങ്ങ് ഫ്രണ്ടിലോട്ട് പോയി. ഞാനത് മെയിൻ വീഡിയോ ആയിട്ട് എടുത്തില്ല, ഷോർട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇന്നോ നാളെയോ മറ്റന്നോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇടാം. ഇപ്പം ഇത് ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ഇട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം കേട്ടോ. എല്ലാം കൂടെ നമ്മുടെ ഫോണിൽ വീഡിയോ എടുത്തെടുത്ത് സ്റ്റോറേജ് ഫുള്ളായി. ഇപ്പോൾ നമ്മളെ വീട്ടിനടുത്തുള്ള അനിയത്തിക്കുട്ടി ചോദിക്കണം, ചേച്ചി ഇരുട്ടത്ത് വീഡിയോ എടുത്താൽ കാണാൻ പറ്റും. ഇപ്പോൾ ടാറ്റ ബൈ ബൈ.